ശബരി കെ റൈസിന്റെ വിതരണ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കുകയുണ്ടായി. സംസ്ഥാന സർക്കാരിന്റെ പൊതുവിപണിയിലേക്കുള്ള വളരെ പ്രധാനപ്പെട്ട ഇടപെടലാണ് ഈ ശബരി കെ റൈസ് എന്ന് പറയുന്നത്. മട്ട, കുറുവ അടക്കമുള്ള അരികൾ ജനങ്ങളിലേക്ക് വളരെ കുറഞ്ഞ വിലയിൽ സബ്സിഡി നിരക്കിൽ എത്തിക്കുകയാണ്. അതായത് 29-30 രൂപയ്ക്ക് നമുക്ക് സപ്ലൈകോയിൽ നിന്ന് അരി വാങ്ങാൻ കഴിയുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഇന്നലെ ശ്രദ്ധിച്ചത്, ഈ വിതരണ ഉദ്ഘാടനം കഴിഞ്ഞ് കുറച്ച് നിമിഷങ്ങൾക്കകം തന്നെ ചില ചാനലുകളിൽ വാർത്ത വരികയാണ്. അതായത് സപ്ലൈകോയിൽ അരി എത്തിയിട്ടില്ല, അതിൻ്റെ വിതരണം താളം തെറ്റിയെന്ന്. യഥാർത്ഥത്തിൽ സർക്കാർ ഉദ്ദേശിച്ചത് ഇന്നലെ അതിൻ്റെ വിതരണ ഉദ്ഘാടനം ചെയ്യുന്നു, ഇന്നു മുതൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെ അരി വിതരണം ചെയ്യുക എന്നതായിരുന്നു സർക്കാരിൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. അതിനനുസരിച്ച് ഇന്നു മുതൽ സപ്ലൈകോയിൽ അരി ലഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇന്നു മുതൽ ഔട്ട്ലെറ്റുകളിൽ പോയി നമുക്ക് അരി വാങ്ങാൻ പറ്റും. വിജിനുണ്ട് ഒരിക്കൽ കൂടി നമ്മളോടൊപ്പം. വിജിൻ, ഈ കെ റൈസ്, ശബരി കെ റൈസിന്റെ വിതരണ ഉദ്ഘാടനം ഇന്നലെ നടന്നു. ഇന്നു മുതൽ നമുക്ക് അരി സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്ന് വാങ്ങാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനനുസരിച്ച് വിവിധ ഔട്ട്ലെറ്റുകളിലേക്ക് അരി എത്തിക്കുന്ന നടപടിക്രമങ്ങൾ നടക്കുകയാണോ? മനു, എന്തായാലും ഔട്ട്ലെറ്റുകളിലേക്ക് അരി എത്തിച്ചു എന്നുള്ളതാണ് ഇന്നലെ തന്നെ മന്ത്രി GR അനിൽ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ മുതൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി ശബരി കെ റൈസ് ജനങ്ങൾക്ക് വാങ്ങാൻ കഴിയും എന്ന് മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളൂ. നേരത്തെ ഇന്നലെ ഉദ്ഘാടനത്തിന് തൊട്ടു മുമ്പായി ചില മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ കെ റൈസുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ നൽകിയിരുന്നു. അത് ഈ അരി പാക്ക് ചെയ്യുന്ന സഞ്ചിയുടെ ലഭ്യതക്കുറവ്, അത് വാങ്ങിക്കാനുള്ള പണം ഇല്ലാത്തതുകൊണ്ട് കെ റൈസ് വിപണിയിലേക്ക് എത്തുന്നത് വൈകും എന്നൊക്കെയായിരുന്നു വാർത്തകൾ നൽകിയിരുന്നത്. പക്ഷേ അത് രാവിലെ ഉദ്ഘാടനത്തിന് ശേഷം, ഉദ്ഘാടനത്തിന് സമയത്തും ഉൾപ്പെടെ മന്ത്രിയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ കൃത്യമായി വ്യക്തമാക്കി, ഒരു തരത്തിലുള്ള പ്രതിസന്ധിയോ ഒരു തരത്തിലുള്ള സമയ മാറ്റമോ ഉണ്ടാകില്ല. കൃത്യമായി ഇന്നു മുതൽ തന്നെ അരി സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്ന് വാങ്ങാൻ കഴിയും എന്ന് വ്യക്തമാക്കിയിട്ട്, അതുകൊണ്ട് തന്നെ ഇന്ന് മുതൽ അരി വിതരണം ആരംഭിക്കുകയും ചെയ്യും. ഈ സഞ്ചിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സപ്ലൈകോ ഒരു വലിയ പ്രതിസന്ധിയിലായിരുന്നു. നമുക്കറിയാം, 7 വർഷത്തോളം ഒറ്റ നിരക്കിലാണ് 13 സബ്സിഡി ഇനത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചത്. ആ 7 വർഷം വലിയ തരത്തിലുള്ള പൊതുവിപണിയിലെ മാറ്റം സംസ്ഥാനത്തും അതുപോലെ തന്നെ രാജ്യത്തും ഒക്കെ പല സ്ഥാപനങ്ങൾക്കും ഉണ്ടായ ഘട്ടത്തിൽ പോലും ഈ 13 ഇനങ്ങൾക്കുള്ള ഒരു തരത്തിലുള്ള വിലമാറ്റവും ഇല്ലാതെ തന്നെ ജനങ്ങൾക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത്തരത്തിലുള്ളൊരു പ്രതിസന്ധി, വലിയ തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ സപ്ലൈകോ അഭിമുഖീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി സപ്ലൈകോ ഒരു തിരിച്ചുവരവിൻ്റെ പാതയിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സപ്ലൈകോയുടെ ലേബലിൽ ഒരു പുതിയ ബ്രാൻഡ് കെ റൈസ് എന്ന പേരിൽ, ശബരി കെ റൈസ് എന്ന പേരിൽ സപ്ലൈകോ തുടങ്ങുകയും അതിൻ്റെ ഭാഗമായി അത്തരത്തിൽ ആ ലേബലിലുള്ള ഒരു സഞ്ചി തന്നെ ഇതിന് ഉപയോഗിക്കുകയും ചെയ്തത്. അതിൻ്റെ പേരിലായിരുന്നു വിവാദമുണ്ടാക്കി. ഏകദേശം 7 കോടിയോളം രൂപ ഈ സഞ്ചി വാങ്ങാൻ തന്നെ സപ്ലൈകോക്ക് ചിലവ് വരും, അതുകൊണ്ട് അത് താങ്ങാൻ കഴിയാത്തതാണ് എന്ന രീതിയിലുള്ള ഒരു പ്രചാരണമായിരുന്നു ചില മാധ്യമങ്ങൾ നടത്തിയത്. പക്ഷേ അതെല്ലാം വളരെ തെറ്റായ വാർത്തയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ തന്നെ മന്ത്രി ആ കാര്യങ്ങൾ വിശദീകരിച്ചു. പല സംഘടനകളും ഒപ്പം തന്നെ ഈ കേരള ബാങ്ക് ഉൾപ്പെടെയുള്ളവർ സഞ്ചി സൗജന്യമായി നൽകാൻ പോലും തയ്യാറായി. അതാണ് ഈ അത്ഭുതപ്പെടുന്ന കാര്യം. അതാണ് കാരണം, നോക്കൂ, ഇതൊരു വിപണി ഇടപെടലാണ്. കാരണം നമുക്കറിയാം, ഈ അരിവില വളരെ ഉയർന്നു നിൽക്കുന്ന സാഹചര്യം, അത് കേരളത്തിൽ മാത്രമല്ല, രാജ്യത്ത് എല്ലായിടത്തും അരിവില വളരെ ഉയർന്നു തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അരിയുടെ വില പരമാവധി കുറച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് അത് നേരിട്ടെത്തിക്കാനുള്ളൊരു നടപടിയിലേക്ക് ഒരു സംസ്ഥാനം പോകുമ്പോൾ അതിനൊരു പോസിറ്റീവായ വശം കാണാതെ നെഗറ്റീവ് മാത്രം കാണുന്ന മാധ്യമങ്ങളെ നമ്മൾ എന്താണ് പറയുക? ഇന്നലെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം കഴിഞ്ഞ് മിനിറ്റുകൾക്കുള്ളിൽ സപ്ലൈകോയിൽ പോയിട്ട് അരി എത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കുകയാണ്. ഒന്ന് അന്വേഷിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും, അത് വിതരണ ഉദ്ഘാടനമാണ് നടന്നത്. അരി പൂർണ്ണമായും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലേക്ക് ഇന്നു മുതലാണ് വന്നു ചേരുക എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. എന്നിട്ടും ഇതെന്തുകൊണ്ടാണ് ഈ നെഗറ്റീവ് മാത്രം വാർത്ത ചെയ്യാൻ ഈ മത്സരിക്കുന്നത് എന്നതാണ് സത്യത്തിൽ നമ്മൾ ഈ ഫീൽഡിൽ നിൽക്കുന്നവരായിട്ടും മനസ്സിലാകാത്തത്. തീർച്ചയായും ഇന്നലെ ഈ കെ റൈസിൻ്റെ ഉദ്ഘാടനത്തിന് ഞാൻ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ ഇത്തരം വാർത്തകൾ വന്ന ഒരു സാഹചര്യത്തിൽ കെ റൈസിൻ്റെ ഉദ്ഘാടനം മാത്രം നടത്തി പോവുകയാണോ അല്ലെങ്കിൽ അരി വിതരണം ആരംഭിക്കുകയോ എന്ന കാര്യത്തിൽ ഈ വാർത്തകളൊക്കെ വന്ന ഒരു സാഹചര്യത്തിൽ മന്ത്രിയുടെ അഭിപ്രായം ആരായാൻ നമ്മൾ തന്നെ മുൻകൈയെടുത്ത് പോയിരുന്നു. ആ സാഹചര്യത്തിൽ ആ ഒരു അഭിപ്രായം കേൾക്കാനോ മന്ത്രി ഇക്കാര്യത്തിൽ എന്ത് കാര്യമാണ് പറയാൻ പോകുന്നതെന്ന് ഒന്ന് ചോദിക്കാൻ പോലും തയ്യാറാകാത്ത മാധ്യമങ്ങളാണ് ഉണ്ടായിരുന്നത്. നമ്മൾ ആ കാര്യത്തിൽ മന്ത്രിയോട് വിശദീകരണം ചോദിച്ചപ്പോൾ മന്ത്രി കൃത്യമായി പറഞ്ഞു, അതിൽ ഒരു ആശങ്കയും വേണ്ട കാര്യം ജനങ്ങൾക്കില്ല. കൃത്യമായി എല്ലാ ഔട്ട്ലെറ്റുകളിലേക്കും ഈ അരി എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ 5 കിലോ അരിയാണ് ഇപ്പോൾ നിലവിൽ ജയ അരിക്ക് 29 രൂപയും ഒപ്പം തന്നെ കുറുവ മട്ട അരികൾക്ക് 30 രൂപയും നിരക്കിലാണ് സംസ്ഥാന സർക്കാർ നൽകുന്നത്. ഏറ്റവും പ്രധാനമായി കാണേണ്ട ഒരു കാര്യം, ഈ ഭാരത് റൈസ് എന്ന പേരിൽ കേന്ദ്ര സർക്കാർ ഇറക്കിയ അരിയാണ്. അതിപ്പോൾ ഉണ്ടോ? കേൾക്കാനില്ലല്ലോ. ഭാരത് അരിയെ കുറിച്ച് ഇപ്പോൾ കേൾക്കാനില്ലല്ലോ.
ആദ്യത്തെ ഓളമൊന്നും ഇല്ലല്ലോ. ആദ്യം എന്തൊക്കെയായിരുന്നു? ചാക്കരിയാണെന്ന് ആൾക്കാർക്ക് മനസ്സിലായതോടെ നൈസായിട്ട് വലിച്ചോ അത്? അതിൽ കൃത്യമായി ഈ മന്ത്രിമാരും സംസ്ഥാന സർക്കാരും പറഞ്ഞത് 18 രൂപയ്ക്ക് വിപണിയിൽ ലഭിക്കുന്ന, അതായത് കേന്ദ്ര സർക്കാർ വാങ്ങുന്ന അരിയാണ് 29 രൂപയ്ക്ക്, ഏകദേശം 11 രൂപ വർദ്ധിപ്പിച്ച് ഈ ഭാരത് അരി എന്ന പേരിൽ സംസ്ഥാനത്ത് ജനങ്ങൾക്ക് നൽകുന്നത്. സംസ്ഥാന സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കുന്ന കെ റൈസ് അത് നേരെ തിരിച്ചാണ്. കാരണം ഈ ഏകദേശം 40 രൂപ 11 പൈസയ്ക്ക് സംസ്ഥാന സർക്കാർ വാങ്ങുന്ന അരി 11 രൂപ 11 പൈസ കുറച്ച് 29 രൂപയ്ക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. രണ്ടും തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ മതി. ഒന്ന് 11 രൂപ വർദ്ധിപ്പിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുന്നു, മറ്റേത് 11 രൂപ സബ്സിഡിയായി നൽകി കുറച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏതാണ് വിപണി ഇടപെടൽ, ഏതാണ് സംസ്ഥാനത്തെ ജനങ്ങൾക്ക് വേണ്ടി ആശ്രയമാകുന്ന രീതിയിലുള്ള ഇടപെടൽ എന്ന രണ്ട് സർക്കാരുകളുടെയും വ്യത്യാസം നമുക്ക് ഈ കാര്യത്തിൽ തന്നെ കാണാൻ കഴിയും. മുഖ്യമന്ത്രി ഇന്നലെ അക്കാര്യം വിശദീകരിക്കുകയും ചെയ്തു. എന്തായാലും ഈ രീതിയിലാണ് ആ അരിയുടെ അവസ്ഥ എന്താണെന്ന് ഇപ്പോൾ അറിയില്ല. ഏകദേശം സുരേഷ് ഗോപിയൊക്കെയാണ് അത് കൊണ്ട് നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. തൃശ്ശൂരിലായാലും എന്ന് ആദ്യ വിതരണമൊക്കെ നടന്നത്. അതിൻ്റെ അവസ്ഥ ഇപ്പോൾ എന്താണെന്ന് അറിയില്ല. പക്ഷേ ഈ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളും ക്ഷേമ പെൻഷൻ പദ്ധതികളും ഒക്കെയായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അതിനെ തകർക്കാനുള്ള സംഘടിതമായ നീക്കം തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അത് കുറച്ച് കാലങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. സംസ്ഥാനത്തിൻ്റെ നികുതി വിഹിതം വെട്ടിക്കുറയ്ക്കുന്നു, പദ്ധതികൾ സംസ്ഥാനം നടത്തുന്ന പദ്ധതികളിൽ ലേബൽ വെക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അതിൽ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് മനു. എന്താണ് ഈ നമ്മൾ ലൈഫ് മിഷനിൽ ലക്ഷങ്ങൾക്കാണ് വീട് ഇപ്പോൾ വെച്ച് നൽകിയിട്ടുള്ളത്. അതിലെവിടെയും ഒരു ബ്രാൻഡ് നെയിം ലൈഫ് മിഷനെന്നോ സംസ്ഥാന സർക്കാരിൻ്റെ പേരോ പിണറായി വിജയൻ്റെ ചിത്രമോ ഒന്നും ഒരു വീട്ടിൽ വെച്ചിട്ടില്ല. അത്തരത്തിലുള്ളൊരു ലോഗോയോ ലേബലോ ഒന്നും ഇല്ലാതെയാണ് വീട് നൽകിയിരിക്കുന്നത്. അത് ഈ അർഹരായവർക്കുള്ള അവരുടെ സ്വന്തം വീടാണ്. അതുകൊണ്ട് അതിൽ മറ്റൊരാളുടെ ചിത്രമോ ലേബലോ ഒന്നും ഉണ്ടാകരുത്. അത് അവരുടെ അഭിമാനത്തിന് തന്നെ ക്ഷതമേൽപ്പിക്കുന്ന കാര്യമാണ്. മറ്റൊരാൾ എന്തോ ഔദാര്യമായി തന്ന ഒരു കാര്യമാണ് എന്ന തോന്നൽ അവർക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ അത്തരം ഒരു ലേബലും വേണ്ട എന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിക്കുകയായിരുന്നു. ഈ പദ്ധതിയിലാണ് വളരെ തുച്ഛമായ തുക ഒരു വിഹിതമായി കേന്ദ്ര സർക്കാർ നൽകിയിട്ട് അതിൽ സംസ്ഥാന സർക്കാരിൻ്റെയും മോഡിയുടെയും ചിത്രം വെക്കണം എന്ന് പറയുന്നത്. അത് അംഗീകരിക്കില്ല എന്ന് സംസ്ഥാന സർക്കാർ കൃത്യമായി കേന്ദ്ര സർക്കാരിനെ അറിയിച്ചു. ഒപ്പം തന്നെ ഈ റേഷൻ കടകളിൽ ഏറ്റവും കൂടുതൽ, അതായത് 916 കോടിയാണെന്ന് തോന്നുന്നു ഒരു വർഷം സംസ്ഥാന സർക്കാർ ഈ റേഷൻ നൽകാനായി മാറ്റിവെക്കുന്നത്. അതിൽ വളരെ തുച്ഛമായ തുക 66 കോടി രൂപയാണ്. കൃത്യമായി അതിൻ്റെ കണക്ക് എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ്. അത്തരം തുക മാത്രമാണ് നൽകുന്നത്. എന്നിട്ടാണ് പറയുന്നത് മോദിയുടെ സെൽഫി പോയിൻ്റ് ഉണ്ടാക്കണം, അവിടെ കേന്ദ്ര സർക്കാരിൻ്റെ ലേബൽ ഉണ്ടാകണം, ലോഗോ ഉണ്ടാകണം, എല്ലാം തങ്ങളുടേതാണ് എന്ന് പറയുന്ന നിലയിലേക്ക്. പണ്ട് നമ്മൾ ഈ എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ കാര്യമൊക്കെ പറഞ്ഞതുപോലെ ഉള്ളൊരു കാര്യമാണ്. ഈ പല കഥാപാത്രങ്ങളും ഒക്കെ പറയുന്നത് പോലെ എല്ലാം തൻ്റേതാണ്, എല്ലാത്തിൻ്റെ ഉത്തരവാദിത്വം തനിക്കാണ് എന്ന് പറഞ്ഞ് പോകുന്ന ഒരു നിലയിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. മോദി 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 എന്ന പേര് മാത്രം എല്ലായിടത്തും ബ്രാൻഡ് ചെയ്യപ്പെടുക എന്നത് അവരുടെ പദ്ധതികളിലും സാധാരണക്കാരന് വളരെ ഏറ്റവും അത്യാവശ്യമായി നൽകുന്ന കാര്യങ്ങളിൽ പോലും അത്തരം ഒരു ബ്രാൻഡ് നെയിം ഉണ്ടാകണമെന്ന് വാശി പിടിക്കുന്നതൊക്കെ വളരെ കൃത്യമായ ഒരു ഫാസിസത്തിൻ്റെ രീതി തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഹിറ്റ്ലറൊക്കെ നടപ്പിലാക്കിക്കൊണ്ടിരുന്ന ഒരു കാര്യത്തിൻ്റെ തുടർച്ച ഇന്ത്യയിലും ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ആ രീതിയാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കേന്ദ്ര സർക്കാർ ഒരു രീതിയുമായി മുന്നോട്ട് പോകുന്നു, മറ്റൊരു വശത്ത് ഒരു ബദൽ രീതിയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം മനു. ശരി വിജയൻ. ഏതായാലും കെ റൈസ് ഇന്നു മുതൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്ന് ഇന്നലെ വൈകുന്നേരം മുതൽ പലയിടങ്ങളിലും വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്, ലഭിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്നു മുതൽ വ്യാപകമായി എല്ലായിടങ്ങളിലേക്കും എത്തുമെന്നാണ് നമുക്കിപ്പോൾ സർക്കാർ സംവിധാനങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത്. കെ റൈസ്, അതായത് ജയ, കുറുവ, മട്ടാരികൾ, നമ്മുടെ 3 മേഖലകളിൽ, അതായത് തെക്കൻ മേഖല, മധ്യകേരളം, വടക്കൻ മേഖല, അങ്ങനെ 3 ഇടങ്ങളിലും ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട അരി വില കുറച്ച് 40 രൂപയ്ക്കാണ് സംസ്ഥാന സർക്കാർ ഇത് പുറത്തുനിന്ന് വാങ്ങുന്നത്. അത് 11 രൂപ കുറച്ചിട്ടാണ് ഇവിടെ നമുക്ക് നൽകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അങ്ങനെ ജനങ്ങളിലേക്ക് എത്തുകയാണ്. വിപണി ഇടപെടലിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്.